സിന്ദാബാദ് സിന്ദാബാദ് അവകാശങ്ങൾ നേടാനായി അവകാശങ്ങൾ നേടാനായി അതിൻ്റെ എല്ലാം വിശദമായ അഭിപ്രായങ്ങളും സംസാരങ്ങളും എല്ലാം നമ്മുടെ പ്രസിഡന്റ് കാര്യമായി നിങ്ങളെ വിശദീകരിക്കും. എന്നാൽ തന്നെ നമ്മളുടെ ഈ സംഘടന ഏറ്റവും വലിയൊരു ദൗത്യം ഒരു പ്രതിഷേധ സമരത്തിനാണ് കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രൂപം കൊടുത്തിട്ടുള്ളത്. നിത്യേന നമ്മുടെ മാർക്കറ്റിൽ നമുക്കറിയാം, സാധാരണ രീതിയിൽ ചില സാധനങ്ങൾക്കെല്ലാം ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂടുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം സീസണലായിട്ടുണ്ടാകുന്ന പല ഭക്ഷ്യവസ്തുക്കൾക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് GST ഉദ്യോഗസ്ഥർ വരികയും ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തിക്കൊണ്ട് ഫോണും മറ്റുള്ള സാധനങ്ങളെല്ലാം പിടിച്ചു നിർത്തിക്കൊണ്ട് അർദ്ധരാത്രി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് പരിശോധന നടത്തി സ്ത്രീജനങ്ങളെയൊക്കെ പേടിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് തീവ്രവാദ കുറ്റം ചുമത്തുന്ന മാതിരി ഞങ്ങളുടെ പരിശോധന നടത്തി കഴിഞ്ഞാൽ ആ നിയമാനുസൃതമല്ലാത്ത പരിശോധനയെ ഞങ്ങൾ ശക്തമായിട്ട് തന്നെ നേരിടും, യാതൊരു സംശയവും വേണ്ട. പക്ഷേ നിയമാനുസൃതമായ പരിശോധന ഒരു മാനുഷികപരമായ ഉപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം അത് വളരെ രൂക്ഷമായ സാഹചര്യത്തിലാണ് ഒരു സമരവുമായിട്ട് സംഘടന രംഗത്ത് വന്നത്. നമുക്കറിയാം, ഹോട്ടലുകാർ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് വ്യാപാര മേഖലയിലുള്ളവർ ഒരു പരിധി വരെ ഒരു സമര രംഗത്തേക്ക് വരാൻ മടിക്കുന്നവരാണ്. ഇതിന് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം ഇത് സർക്കാരിന്റെ ഹോട്ടൽ വ്യാപാരികൾ ധർണകളും പ്രക്ഷോഭങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലാകാലങ്ങളിൽ നമ്മുടെ ധനകാര്യ വകുപ്പ് കേന്ദ്രത്തിന്റെയും അതുപോലെ തന്നെ കേരളത്തിന്റെയും ധനകാര്യ വകുപ്പുകൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ചെറുകിട ഹോട്ടലുകൾ മേഖലയെ സംരക്ഷിക്കുവാനായി യാതൊരുവിധ ആനുകൂല്യങ്ങളും അതിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ ഒരു ആക്ഷേപം. ചെറുകിട വ്യാപാര മേഖലകളെ MSMEയിൽ ഏർപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടറി മറ്റ് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള കമ്മിറ്റിയും സംസ്ഥാന നേതാക്കളും മായ പ്രവർത്തികളുമായി ഫയലുകൾ അടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ചൂഷണം ചെയ്യുന്ന നിലയിൽ എൻ്റെ അഭിവാദ്യങ്ങൾ. ജില്ലയുടെ തന്നെ ഭാരവാഹികളായ ചന്ദ്രശേഖരൻ ചേട്ടൻ,